ഇന്നല്ലാഹ അല കുല്ലി ഷൈഹീൻ ഷഹീദ്. പേടി വേണ്ട, പൊളിറ്റിക്സ് ഇനി അറബിയിലൊന്നുമല്ല. മാറ്റം അനിവാര്യമാണ് പൊളിറ്റിക്സിനും. അതുമാത്രമേ ഇപ്പോഴും ഉണ്ടായിട്ടുള്ളൂ. തെറ്റ് തിരുത്താൻ വൈകുന്നത് മാപ്പർഹിക്കാത്ത ഒരു കുറ്റമല്ല. സാമൂഹിക മുന്നേറ്റത്തെ പൂർണ്ണ സത്തയിൽ ഉൾക്കൊള്ളുന്നതിൽ, പാർലമെൻറ്റ് വരുത്തിയ അബദ്ധം തിരുത്തിക്കുന്നതിൽ നമ്മുടെ പണ്ഡിത ശ്രേഷ്ഠർ വൈകി എന്നത് ഒരു തെറ്റാണ്. എങ്കിലും അതിന് മാപ്പ് കൊടുക്കാം. മുഹമ്മദ് അലി ജിന്നയുടെ മഹത്വം സാക്ഷാൽ അദ്വാൻജി മനസ്സിലാക്കിയത് അടുത്ത കാലത്ത് പാകിസ്ഥാനിൽ പോയപ്പോൾ മാത്രമാണല്ലോ. ആഗോള കത്തോലിക്കാ സഭ നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് പല തെറ്റുകളും തിരുത്തിയത് എന്നത് ചരിത്രം. അതുകൊണ്ട് തന്നെ 1978 വിവാഹപ്രായം സംബന്ധിച്ച് പാർലമെൻറ്റ് വരുത്തിയ വലിയ തെറ്റ് തിരുത്തിക്കാൻ പണ്ഡിത സമൂഹം വൈകിയതിന് മാപ്പ് നൽകിക്കൊണ്ട് തുടങ്ങട്ടെ. മുസ്ലിം സമുദായം നേരിടുന്ന ഒന്നൊഴികെ മറ്റെല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടു കഴിഞ്ഞു. അവശേഷിക്കുന്ന പ്രശ്നം വിവാഹപ്രായം സംബന്ധിച്ചതാണ്. അതുകൂടി പരിഹരിക്കാനുള്ള ഉദ്യമത്തിലാണ് പണ്ഡിത സമൂഹം. അതിന് പിന്തുണയേകി സംസ്ഥാന സാമൂഹികക്ഷേമ വകുപ്പ് തയ്യാറാക്കിയ തൻ്റെ ഇടമെന്ന ഉണർത്തുപാട്ടാണ് ആദ്യം. നിങ്ങളിലെന്നും പതറാത്ത വിശ്വാസങ്ങൾ താങ്ങായി തണലായി. ഈ കുട്ടികൾ വഴിപഴിച്ചു പോകാതിരിക്കാൻ, അവരുടെ സദാചാരം നിലനിർത്താനും മറ്റ് വഴികൾ ചിന്തിക്കാതിരിക്കാനും വിവാഹം നടത്തുന്നത് നന്നായിരിക്കുമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. താങ്ങായി തണലായി സ്നേഹമായി തീരാ മലയാളത്തിൻ പുതുമൈതാ പുത്തൻ ഗീതമിതാ. മുന്നേറ്റത്തിൻ പുതിയ മുഖമിതാ, അഭിമാനത്തിൻ പുതിയ മുഖമിതാ. മലയാളത്തിൻ പുതുമൈതാ പുത്തൻ ഗീതമിതാ. സാമൂഹ്യക്ഷേമവും പിന്നെ വിവാഹപ്രായം തമ്മിൽ എന്താ ബന്ധം? ഇല്ല. ശക്തിയുടെ പുതിയ മുഖമിതാ, ശക്തിയുടെ പുതിയ മുഖമിതാ. സ്ത്രീത്വത്തിന്റെ പുതുമൈതാ, അവളുടെ ഗീതമിതാ. ശക്തിയുടെ പുതിയ മുഖമിതാ, ശക്തിയുടെ പുതിയ മുഖമിതാ. സ്ത്രീത്വത്തിന്റെ പുതുമൈതാ, അവളുടെ ഗീതമിതാ. ഇനി പ്രബോധനമാണ്. ഉസ്താദുമാർ നല്ല നല്ല കാര്യങ്ങൾ മനസ്സിലാക്കി തരും. അത് സാമൂഹിക പുരോഗതിയും സ്ത്രീകളുടെ സംരക്ഷണയും ഉറപ്പുവരുത്തുന്നതാണ്. മനസ്സിലാകാത്ത ചിലർ മുസീബത്തുണ്ടാക്കുന്നുണ്ട്. ചിലർ കൗമിൽ ജനിച്ചത് തന്നെ കൗമിനെ നശിപ്പിക്കാനാണ്. ലോകവിവരമില്ലാത്തവർ. അവരെ ബോധവൽക്കരിക്കാൻ ഇബ്നു ബത്തൂത്തയ്ക്ക് ശേഷം ലോകം ചുറ്റിയ ഇസ്ലാമിക പണ്ഡിതർ നമുക്കുണ്ടായത് ഭാഗ്യം. തീർച്ചയായും പരമകാരുണികനായ അള്ളാഹു എല്ലാ കാര്യത്തിനും സാക്ഷിയാവുന്നു. ഇംഗ്ലണ്ട്, റഷ്യ, അമേരിക്ക, ഓസ്ട്രേലിയ, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളിൽ പെൺകുട്ടികളുടെ വിവാഹപ്രായം 15-16 വയസ്സാണ്. അതുപോലെ തന്നെ വത്തിക്കാൻ സിറ്റിയിൽ 14 വയസ്സാണ്. ജോർജിയ 15 വയസ്സാണ്. നേപ്പാൾ 16 വയസ്സാണ്. എന്തോ ഒരു വിവരക്കേടാ. മുസ്ലിം വിവാഹപ്രായം പെണ്ണുങ്ങളുടെ 16 ആക്കണം, എന്നാൽ ആണുങ്ങളുടെ എത്ര ആക്കണം തന്നെ ഈ ഇമാര് പറയാത്തത്. ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രമാക്കണ്ട, എല്ലാ മതത്തിനുമാക്കാമല്ലോ. ഓരോ സംഘടനയ്ക്കും അവരവരുടേതായ നിലപാടെടുക്കാമല്ലോ. വിവരം വേണ്ടേ? 16 വയസ്സുള്ള പെൺകുട്ടി എന്ന് പറഞ്ഞാൽ പഠിക്കുന്ന പ്രായമാണ്. അതിനെ നശിപ്പിക്കേണ്ട പ്രായമാണോ അത്? ദൈവമേ, ഇയാള് വന്ന് മേലെ വീണാല് ആ പെണ്ണ് ചതഞ്ഞു പോവല്ലോ ഈശ്വരാ. വിദ്യാർത്ഥി പഠിക്കുന്നതിന് വിവാഹം കഴിക്കാതിരിക്കുന്നതും പ്രായമൊന്നും ഒരു പ്രശ്നമില്ലാത്ത കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മാനസിക രോഗിയാണെന്ന് ഞാൻ സംശയിക്കുന്നു. രാജ്യത്തെ ഏറ്റവും പരമോന്നതമായ നീതിപീഠമായ സുപ്രീം കോടതിയിൽ ഞങ്ങളെ കേസ് പറയാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതെന്തിനാ വിവാദമാക്കുന്നത്? ഈ സമീപകാലത്ത് തന്നെ കേരളത്തിലുണ്ടായിരുന്ന അറബി കല്യാണം. 17 വയസ്സായ കുട്ടിയെ ഒരു യത്തീംഖാനയിൽ നിന്ന് വിവാഹം ചെയ്തു കൊടുത്തു. അതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടും വിവാഹപ്രായം കുറച്ചാൽ. ഇങ്ങനെ ആവശ്യമില്ലാത്ത പ്രചരണമായിട്ടൊക്കെ ആരിറങ്ങിയാലും
അവരൊക്കെ നിയമത്തിന് മുമ്പ് ശിക്ഷിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകണമെന്ന് എൻ്റെ അഭിപ്രായം. അത് ആരാണെങ്കിലും വേണ്ടില്ല. സുപ്രീം കോടതി അത് പരിശോധിച്ച് ഭരണഘടനയും നിയമവും നീതിയും എല്ലാം വെച്ചിട്ടല്ലേ സുപ്രീം കോടതി വിധി പറയാ. അതിലാരാ ആശങ്കപ്പെടുന്നത്? എന്തിനാ ആശങ്ക? വിവാഹപ്രായം 18 എന്ന് പറഞ്ഞ് ഇന്ത്യ അംഗീകരിച്ചിട്ടുള്ള, ഭാരതം അംഗീകരിച്ചിട്ടുള്ള പ്രായമാണ്. ആ പ്രായമാകാതെ പെണ്ണുങ്ങളെ കല്യാണം കഴിച്ചു വിടുന്നവനെ കൽത്തുറിൽ അടക്കണമെന്ന് എൻ്റെ അഭിപ്രായം. ചെക്കന് വയസ്സ് 21, പെണ്ണിന് 14. 14 വയസ്സുള്ള പെൺകുട്ടിയുടെ കല്യാണം നടത്തുക എന്തേ എനിക്ക് പറ്റിയില്ല? ഇയല്ലല്ലോ കെട്ടാൻ പോണേ. അല്ല പിന്നെ അങ്ങനെയാണെങ്കിൽ തരക്കേടില്ലേ? ഡോ കേസ് കൊടുത്ത താനും അകത്താവും, കെട്ടാൻ പോകുന്ന ചെറുക്കനും അകത്താവും, അറിയാവോ? ഈ തെക്കിന് വന്ന ശരിയല്ല, ഈ എൻ്റെ പണി എടുത്താൽ മതി. അല്ല പിന്നെ അല്ലേ പോയി കേസ് കൊടുക്ക്. ഞമ്മക്ക് ഹലാലാക്കിയത് എന്നെ ചെയ്യുന്നുള്ളൂ. അല്ല മുസ്ലിയാരെ? അത് പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ ഉണ്ടായാൽ കല്യാണം സാധുവാണ്. ആ സാധുവായ കല്യാണത്തിന് നിയമ പരിരക്ഷ വേണം, അത്രേ പറയുന്നുള്ളൂ. ഈ പ്രത്യേക സാഹചര്യം വരുമ്പോൾ അത് ചെയ്യാനുള്ള ഒരു സൗകര്യം അവരുടെ മക്കളൊക്കെ 8 വയസ്സിലും 9 വയസ്സിലൊക്കെ നബി കല്യാണം കഴിച്ചെന്ന് പറഞ്ഞ് കഴിച്ചു കൊടുക്കട്ടെ. കുറേ മൊല്ലാക്കാന്മാർ വിവരം കെട്ടിട്ടില്ല, മനുഷ്യൻ പള്ളി കൊടുക്കുന്നു. കാര്യം കാണില്ല എൻ്റെ അഭിപ്രായം. മാഷക്ക് ഇപ്പൊ ഇതിലെന്താ അത്ര വിഷമം? പെൺകുട്ടികളെ നേരത്തിന് സമയത്തിന് നിക്കാഹ് കഴിപ്പിക്കണം. അങ്ങനെ ചെയ്യണോണ്ടാ നമ്മളെ കുട്ടികള് ചീത്തപ്പേരുണ്ടാക്കാത്ത. ദാരിദ്ര്യവും കഷ്ടപ്പാടും അനുഭവിക്കുന്ന കുടുംബങ്ങളിലാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ ഒരു കാരണവശാലും അങ്ങനെയുള്ള ദുരിതം ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഈ വിവാഹപ്രായത്തിന്റെ കാര്യത്തിൽ നിലവിലുള്ള നിയമം മാറ്റുന്നത്. മുസ്ലിം സംഘടനകൾ എടുത്ത തീരുമാനത്തെക്കുറിച്ച് നിങ്ങൾ അവരോട് ചോദിക്കുക. മുസ്ലിം ലീഗിന്റെ എത്ര പേരുണ്ട് ഈ സംഘടനയിൽ? ഇതൊന്നും മുസ്ലിം ലീഗ് ഒന്നും അറിയാതെ വരുന്നത്. ലോകസഭ പാസ്സാക്കിയിട്ടുള്ള ഒരു നിയമത്തെക്കുറിച്ച് എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. ഇതിനൊക്കെ മാപ്പ് പറയേണ്ടി വരും. പാവപ്പെട്ടവരുടെ കണ്ണീരിന് മാപ്പ് പറയേണ്ടി വരും. ഫസൽ ഗഫൂറും മുനീറും. ഇത് മതപരമായിട്ടുള്ള ഒരു വീക്ഷണം മതസംഘടനകൾ കൂടി എടുത്തുള്ള തീരുമാനം അവർ പറഞ്ഞു, അത്രേ ഉള്ളൂ. ഞങ്ങളതിന്റെ റിയാക്ട് ചെയ്യേണ്ട കാര്യമില്ല. ലീഗിനൊന്നും ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റൂല. കാരണം ലീഗിന്റെ പ്രധാനപ്പെട്ട വ്യക്തി ഇവിടെ വന്നിട്ട് ഇതൊക്കെ പറയുമ്പോൾ ലീഗിനൊക്കെ എങ്ങനെ ഒഴിഞ്ഞു മാറാൻ പറ്റാ? വിദ്യാഭ്യാസ മന്ത്രിക്ക് വിദ്യാഭ്യാസത്തിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളൂ. മറ്റേ ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഈയൊക്കെ ഇസ്ലാമായിട്ട് ജനിച്ചത് അന്റെയൊക്കെ ഭാഗ്യാന്ന് കരുതിക്കോ. സാമൂഹ്യക്ഷേമവും പിന്നെ വിവാഹപ്രായവും തമ്മിൽ എന്താ ബന്ധം? ഇല്ല. ഞമ്മക്ക് ഹലാലാക്കിയത് എന്നെ ചെയ്യുന്നുള്ളൂ. മുനീർ സാമൂഹ്യക്ഷേമ വകുപ്പ് ഇരിക്കുന്ന കാലത്തോളം ഇതിൽ നിന്നൊക്കെ എങ്ങനെയാ മാറാൻ പറ്റാ? ഫസൽ ഗഫൂർ ആയാലും മുനീർ ആയാലും ഒന്നും ഇതൊക്കെ ഈ സമൂഹത്തോട്, ഈ പാവപ്പെട്ട പെണ്ണുങ്ങളോട് മാപ്പ് പറയണോ? ഇതൊന്നും ഇവരൊന്നും വെറുതെ വിടാനൊന്നും പോകുന്നില്ല. സമൂഹം വിടോ? ചരിത്രം ഇവരെ വെറുതെ വിടോ? നിയമത്തിൽ അജ്ഞരായവരെയാണല്ലോ നമ്മൾ നിയമജ്ഞർ എന്ന് വിളിക്കുന്നത്. ശരീഅത്ത് സംഹിതകളും മുസ്ലിം വ്യക്തി നിയമവും അറിയാത്ത ചില നിയമജ്ഞർ പണ്ഡിതന്മാരെ ചോദ്യം ചെയ്യുന്നുണ്ട്. അവരെ ചാട്ടവാറുകൊണ്ട് അടിക്കണം. കുറച്ച് പ്രിമിറ്റീവ് ആയിട്ടുള്ള കാഴ്ചപ്പാട് മനഃപൂർവ്വം നമ്മുടെ പണ്ഡിത സമൂഹം പ്രകടിപ്പിക്കുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. ഇത്തരം ഒരു രീതി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു തീരുമാനം ഒരിക്കലും സമൂഹത്തിന് മുന്നോട്ടല്ല നയിക്കുക, അത് പിറകോട്ട് വലിക്കാനാണ് ശ്രമിക്കുക. തങ്ങളെ കൊരക്കലുണ്ടല്ലോ. ഒരു പെൺകുട്ടി മാത്രമുള്ള രക്ഷിതാവിന് ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങൾ ബാധിച്ചു. പെൺകുട്ടിക്ക് 17 വയസ്സായി. കാണാനാണെങ്കിൽ 25 വയസ്സിന്റെ പ്രായമുണ്ട്. ആ പിതാവിന്റെ, ആ രക്ഷിതാവിന്റെ മനസ്സിൽ ആകെ ചിന്ത ഉണ്ടാകുക, എന്റെ മകളെ ഒരു പുരുഷന്റെ കൈകളിൽ ഭദ്രമായി ഏൽപ്പിച്ചൊന്ന് കണ്ണടയ്ക്കാൻ എനിക്ക് സാധിക്കില്ലേ എന്ന ചിന്തയായിരിക്കും. ഈയൊക്കെ ഇസ്ലാമായിട്ട് ജനിച്ചത് അന്റെയൊക്കെ ഭാഗ്യാന്ന് കരുതിക്കോ. സുപ്രീം കോടതിയിലെത്തും മുമ്പേ തന്നെ കേസ് ജയിച്ചതിനാൽ പണ്ഡിത സമൂഹത്തിന് ഇത്തരം നല്ല നല്ല കാര്യങ്ങൾ ഇനിയും ആലോചിക്കാവുന്നതാണ്.